സുഹൃത്തുക്കളെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു പോസ്റ്റ് മമ്മൂക്കയെ പറ്റിയുള്ളൊരു പോസ്റ്റാണ് കേട്ടോ. അതിൽ പറയുന്നത് മമ്മൂക്കയ്ക്കെതിരെ വീണ്ടും അവഗണനകളുമായിട്ട് പല ആളുകളും പല രംഗത്തൂടെ വരുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനമൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനത്തിൽ എനിക്ക് തോന്നുന്നു വൈക്കം വിജയലക്ഷ്മി പുള്ളിക്കാരിയുടെ പാട്ടൊക്കെ തിരഞ്ഞെടുക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ കുറേ അധികം ആളുകളുടെ അവരുടെ സംഭാവനകൾക്കൊക്കെ ഈ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് അവർ നിശ്ചയിക്കുകയുണ്ടായി. എന്നാൽ മമ്മൂക്കയുടെ പേര് അവിടെ നിന്ന് ഒഴിവാക്കി. അതായത് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡിൽ നിന്ന് മമ്മൂക്കയുടെ പേര് ഒഴിവാക്കി. റിപ്പോർട്ട് ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും സാധനയെ ബാലതാരമായി പരിഗണിക്കാത്തതിലും പലരും നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഒഴിവാക്കി. തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡിൽ ഇടം നേടാതെ മമ്മൂട്ടിയും പേരൻപും നിരാശരായി സിനിമാ പ്രേമികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റിൽ ഒരുപാട് നല്ല കമൻറ്റുകളൊക്കെ ഉണ്ട്. ആ ഒരു നിരാശയുമില്ല. പുള്ളിക്ക് അർഹമായ അവാർഡുകൾ പുള്ളിയെ തേടിയെത്തുന്നുണ്ട്. അത് മതി. ഇത്രയും വലിയ നടൻ മമ്മൂട്ടിക്ക് പാണ്ഡ്യ അവാർഡിന്റെ ആവശ്യമുണ്ടോ? നെവർ. പേരൻപിലെ കുട്ടിയെ പോലും പരിഗണിച്ചില്ല, പിന്നെ മമ്മൂട്ടിക്ക് കൊടുക്കോ? നല്ല സിനിമകൾ ഇപ്പോൾ തമിഴന്മാർക്ക് വേണ്ട, അവർക്ക് ബോംബും വെടിയും മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളുടെ കമന്റുകൾ ഈ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുക്കാത്തതെന്നും എന്തുകൊണ്ട് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഞങ്ങൾക്കൊരു കോപ്പുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ആരാധകരുടെ കമന്റുകൾ ആ കമന്റ് ബോക്സുകളിൽ വന്ന് നിറയുന്നത്. നമുക്കറിയാം, മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ 1998 ശേഷം അദ്ദേഹത്തിന് ഒരു പത്മശ്രീ അവാർഡ് കിട്ടി. അല്ലെങ്കിൽ അതിന് മുൻപ് അദ്ദേഹത്തിന് ഈ 98 സമയങ്ങളിൽ അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് കിട്ടി. ആ അവാർഡിന് ശേഷം 98 ശേഷം ഏകദേശം 26 വർഷങ്ങൾക്ക് ശേഷം 27ാമത്തെ വർഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവാർഡ് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ആ അവാർഡാണ് പത്മഭൂഷൺ അവാർഡ്. രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതികളിൽ ഏറ്റവും ഉന്നതിയിലുള്ള ഒരു ബഹുമതി തന്നെയാണ് ഈ പറയുന്ന പത്മഭൂഷൺ അവാർഡ്. ആ പത്മഭൂഷൺ അവാർഡിനും അർഹനായ ഒരു വ്യക്തി തന്നെയാണ് മമ്മൂക്ക. എന്തുകൊണ്ടും പത്മഭൂഷണും കഴിഞ്ഞ് പത്മശ്രീയും കഴിഞ്ഞ് പത്മവിഭൂഷണും കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് ഏതൊക്കെ അവാർഡുണ്ടോ ആ തലങ്ങളിലേക്കൊക്കെ പോകേണ്ട സമയങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടിക്ക്. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ വെട്ടിയുണ്ടാക്കിയെടുത്ത ഒരുപാട് അവാർഡ് നിരകളൊക്കെ ഉണ്ട്. ഞാനൊരു പോസ്റ്റ് നേരത്തെ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്. മമ്മൂട്ടി വെട്ടിയ അവാർഡിന്റെ വഴികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ചർച്ച ചെയ്തതാണ്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മമ്മൂക്ക മേടിക്കാത്ത അവാർഡുകളില്ല. എന്നാൽ മമ്മൂക്കയെ ആവശ്യമില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്, സംഘികൾക്കിടയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ കമ്മികൾക്കിടയിലും കൊങ്ങികൾക്കിടയിലും ഒക്കെ ഉണ്ട് കേട്ടോ. സംഘികൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ കുരുപൊട്ടലുള്ളത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. സംഘികളുടെ ഏറ്റവും വലിയ വിഷമം മമ്മൂക്കയുടെ ഒരു ജാതിയും മതവും മമ്മൂക്കയുടെ രാഷ്ട്രീയവും ഒക്കെയാണ്. ആ രാഷ്ട്രീയമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയും മമ്മൂക്ക, വേറെ കാര്യം ഓർക്കണം, സംഘികളുടെ കൂട്ടത്തിൽ സിനിമയിൽ നിന്നുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇത്രയും ആളുകൾ ഇരുന്നിട്ടും മമ്മൂക്കയെ പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ സ്വാർത്ഥ താല്പര്യമാണല്ലേ, അതെന്ത് ചേതോവികാരമാണെന്നുള്ളതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. എന്ത് തന്നെയാണെങ്കിലും മമ്മൂക്കയ്ക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ളൊരു സ്ഥാനം അത് ഈ പറയുന്ന അവാർഡുകളുടെ എണ്ണം കണ്ടിട്ടോ, അത് ഈ പറയുന്ന മറ്റുള്ള ഈ വീടുകളിൽ പത്മഭൂഷണോ അല്ലെങ്കിൽ പത്മവിഭൂഷൺ ഇരിക്കുന്നോ നോക്കിയിട്ടോ, അല്ലെങ്കിൽ സംഘികളുടെ ഈ തങ്കം ചാർത്തൽ കണ്ടിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ നോക്കിയിട്ടൊന്നുമല്ല. മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യന്റെ മനുഷ്യത്വം അറിയാവുന്ന ആളുകളാണ് മമ്മൂക്കയെ സ്നേഹിക്കുന്നത്. ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. അതിന് പ്രധാന കാരണം അത് തന്നെയാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി തന്നെ പറയുന്നത്. അപ്പം അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും മമ്മൂക്കയ്ക്ക് ഒരു വലിയൊരു സ്ഥാനമുണ്ട്. അതിന് ഏതൊക്കെ അവാർഡ് കിട്ടിയാലും, നാഷണൽ അവാർഡ് കിട്ടിയാലോ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാലും എന്ത് കിട്ടിയാലും ആ ഒരു സ്ഥാനത്തിന് ഒരു മാറ്റവും വരില്ല. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ആ സ്ഥാനം എന്നും അതേപോലെ തന്നെ, അതിനേക്കാൾ ഒരു കൂടുതൽ മടങ്ങ് നമുക്ക് ആ സ്നേഹം മനസ്സിലുണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഇന്ന് വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടു. അതായത് മാഫിയ ശശി പറഞ്ഞൊരു കാര്യമാണ്, സംഘടന രംഗങ്ങളൊക്കെ സിനിമയിൽ ചെയ്യുന്ന മാഫിയ ശശി. അദ്ദേഹം പറഞ്ഞത് മമ്മൂക്കയ്ക്ക് റോപ്പ് ഫൈറ്റ് ചെയ്യാനാണ് ഇഷ്ടം, ലാലേട്ടന് ഓടി നടന്ന ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്നതിനോട് താല്പര്യം. നമുക്കറിയാം, മോഹൻലാൽ ഒടിയൻ മാണിക്യം സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു മേക്ക് ഓവർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫേസിൻ്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോയി. പിന്നീട് അതിനുശേഷം അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് ആ ഒടിയൻ മാണിക്യത്തിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഓരോ ഇവൻറ്റുകൾ ഇനോഗ്രേഷനൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒടിയൻ മാണിക്യത്തിൻ്റെ അതേ രൂപം ഉള്ളത് കൊണ്ട് തന്നെയും പലരും കളിയാക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും. സൈഡിൽ എന്തായാലും ഞാൻ ആ വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു മോഹൻലാൽ പെട്ടെന്ന് ഈ കഴിഞ്ഞ ദിവസം താടി വടിക്കുന്നു, താടി വടിച്ച് കട്ട മീശ മാത്രം വെക്കുന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ നരസിംഹം പോലെയുള്ള സിനിമകളിലെയും അതേപോലെ തന്നെ ലോഹം സിനിമയിലൊക്കെ ഉള്ള പോലെ പഴയ ലാലേട്ടൻ എവിടേക്കോ തിരിച്ചു കയറി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് താടി വെച്ചാലേ മോഹൻലാലിന് ജീവിക്കാൻ പറ്റൂ, അഭിനയിക്കാൻ പറ്റൂ, താടി വെച്ച പോലീസുകാരനാണ്, താടി വെച്ച സിക്കാരനാണ്, താടി വെച്ച ആർമിക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കളിയാക്കി. നമ്മളും കളിയാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അത് ഈ മണ്ടൻ ഫാൻസിൻ്റെ ഈ കുരുപൊട്ടൽ കാരണം കേട്ടോ, അല്ല ലാലേട്ടനോട് വിരോധമുള്ളത് കൊണ്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ താടിയും
അടിച്ച് മീശയും വെച്ച് കിടിലൻ ലുക്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് തീയിട്ടിരിക്കുകയാണ്. അതണയ്ക്കാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മൂക്കയും ലാലേട്ടനും രണ്ടുപേരും തമ്മിൽ നമുക്ക് ഒരിക്കലും ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതായത് മമ്മൂക്കയ്ക്ക് വണ്ണമില്ല, ലാലേട്ടന് വണ്ണമുണ്ട്, അങ്ങനെയല്ല. മമ്മൂക്കയുടെ അഭിനയ വൈഭവം അല്ലെ ആ സിനിമയോടുള്ള അഭിനിവേശം അതിൻ്റെ ഒരു പാതി പോലും ലാലേട്ടനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ലാലേട്ടൻ കുറേയൊക്കെ നല്ല സിനിമകളിൽ അഭിനയിച്ചേനെ. ഈ ബാറോസ് പോലെയുള്ള മണ്ടൻ കാർട്ടൂൺ സിനിമകളിൽ അഭിനയിക്കാൻ പോകില്ലായിരുന്നു. അപ്പോൾ മമ്മൂക്ക ചെയ്യുന്നത് എന്താണ്? മമ്മൂക്ക ഒരുപാട് പുതുമുഖ സംവിധായകന്മാർക്ക് അല്ലെ പുതുമുഖ ആളുകൾക്ക്, നടന്മാർക്ക് അടക്കം അദ്ദേഹം അവസരങ്ങൾ കൊടുക്കാറുണ്ട്. അവരോട് വളർന്നു വരട്ടെ, ഞാൻ മാത്രമല്ലല്ലോ അവർക്കും ജീവിക്കണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ട്, അല്ലെ അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ എന്താ ചെയ്യുന്നത്? ലാലേട്ടൻ എപ്പോഴും ഒരേ പ്രൊഡക്ഷൻസിൻ്റെ ഒരേ ബാനേഴ്സിൻ്റെയൊക്കെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു, സിനിമകൾ ചെയ്യുന്നു. അതിൽ മിക്ക സിനിമകളും വിജയിക്കുന്നു, മിക്ക സിനിമകളും പൊട്ടുന്നു. പക്ഷേ ഇതൊന്നും ഇവരെ വറീഡാക്കുന്നില്ല, ഇവർ ബോധേഡാവേണ്ട കാര്യമൊന്നുമല്ല. അവർക്ക് കിട്ടേണ്ട പ്രതിഫലം ഓൾറെഡി അവർക്ക് കിട്ടിക്കഴിഞ്ഞതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മമ്മൂക്ക എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊന്നും ലാലേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ ചെയ്തു വെക്കുന്നത് മമ്മൂക്കയെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുമില്ല. രണ്ടുപേർക്കും അവരിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ള കഴിവുകളുണ്ട്, അവരിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടേ അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മമ്മൂക്ക ഓൾറെഡി ഇതൊക്കെ കത്തിച്ചുകൊണ്ട് തന്നെ എപ്പോഴും ഇരിക്കുന്നത്. ജനമനസ്സുകളിൽ ഏറ്റവും കൂടുതൽ ലാലേട്ടനേക്കാൾ അധികം ആളുകൾ സ്നേഹിക്കുന്നൊരു വ്യക്തി അത് മമ്മൂക്കയാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലാലേട്ടൻ ഏതൊക്കെ ലുക്കിൽ എങ്ങനെയൊക്കെ വന്നാലും മമ്മൂക്ക ഇരിക്കുന്ന തട്ട് ആണ് തന്നെ ഇരിക്കും. ഞാനിതൊരു വിരോധം അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്ന രീതി പറയുന്നതല്ല, ഒരു സത്യാവസ്ഥ പറഞ്ഞതാണ്. ഒരു എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഓർത്ത് പോകുക. നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? നിങ്ങൾക്ക് ലാലേട്ടനെ ഇഷ്ടമല്ല, ലാലേട്ടനെ ഇഷ്ടമല്ല നമ്മൾ പറയുന്നില്ല. ലാലേട്ടൻ ഒരു വിരോധം നമുക്ക് ആർക്കുമില്ല. പക്ഷേ എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ് മമ്മൂക്കയെ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ രീതികളും എല്ലാം എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ്. ഒരിക്കലും ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. ഞാൻ പലപ്പോഴും ഒരുപാട് കമൻറ്റുകളിൽ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കമൻ്റ് ഉണ്ട്, കടലിനെയും മമ്മൂക്കയും എത്ര കണ്ടാലും മതി വരില്ല. ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്? കടല് മമ്മൂക്ക എന്താണ് കോമ്പിനേഷൻ? കടലിൻ്റെ തിരമാലകൾ നമ്മൾ ഒരു തവണ കാണുന്നതല്ല അടുത്ത തവണ വരുന്നത്. എപ്പോഴും റിപ്പീറ്റഡ് ഒരേ സെയിം സാധനമല്ല വരുന്നത്. അത് ഓരോ തിരമാലകളും ഓരോ വേവ് പോലെ, മീൻസ് ഓരോ തലങ്ങളിൽ കൂടിയാണ് വരുന്നത് അല്ലേ. ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഉയർന്നും താഴ്ന്നും പല രീതിയിലാണ് വരുന്നത്. അതൊരു കൺസിസ്റ്റൻസി ഇല്ലാതെ വരുന്നത്. എന്ന് പറയുന്നത് പോലെ മമ്മൂക്ക കൺസിസ്റ്റൻസി ഇല്ലാന്നല്ല, മമ്മൂക്കയും അതുപോലെ ആയിരിക്കണം ഇവർ ഉപമിച്ചിരിക്കുന്നത്. കടൽ എപ്പോഴും ഒരു ശാന്തമായി, എന്നാൽ കാണാൻ വലിയ ഭംഗിയായിരിക്കും, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും കടൽ തീരത്ത് പോയിരുന്നാൽ അത് മാറുമെന്നാണ് വിശ്വാസം. എന്ന് പറയുന്നത് പോലെ ആയിരിക്കണം ഇവരും മമ്മൂക്ക ഉപമിച്ചിരിക്കുന്നത്. മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരിടത്ത് തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനല്ല. അദ്ദേഹത്തിന് ഒരു ഉറച്ച നിലപാടുണ്ട്. പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഈ നല്ലൊരു പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലുമൊക്കെ ഒരുപാട് ഉയരെയാണ് അദ്ദേഹം. ഒരു മനുഷ്യനായി ജനിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവമാണ് മമ്മൂക്ക. നമ്മുടെയൊക്കെ കൺമുൻപിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, നമുക്ക് തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു ദൈവതുല്യൻ. അങ്ങനെയാണ് മമ്മൂക്കയെ നമ്മളെല്ലാവരും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്ക എന്ത് ചെയ്താലും അതിന് പ്രത്യേകം ചന്തം തന്നെയാണ്. മമ്മൂക്കിന് മീശ പഠിച്ചും താടി പഠിച്ചും ഒന്നും വരണമെന്നില്ല. എങ്ങനെ വന്നാലും മമ്മൂക്കയെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ റോപ്പ് ഫൈറ്റും പിന്നെ അതേപോലെ തന്നെ ഓടി കിടന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എടുത്തിട്ട് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു കഷ്ടമാണ് ഇവന്മാരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, മമ്മൂക്കി 74ാമത്തെ വയസ്സിൽ കാണിച്ചു വെക്കുന്നത് ലാലേട്ടൻ 62-65 വയസ്സിൽ കാണിച്ചു വെക്കുന്നതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്ന ഒരാൾ, അതായത് മര്യാദയ്ക്ക് നടക്കാൻ സാധിക്കുന്ന ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തേക്ക് ഉണ്ടാവും, ഒരുപാട് ആളുകൾ ഉണ്ടാവും. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാറ്റടിച്ചാൽ അങ്ങോട്ട് നീങ്ങിയാലേ എന്ന് പറയുന്ന അവസ്ഥയാണ്. ആ ഒരു സമയത്തും മമ്മൂക്ക കാണിച്ചു വെക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള അഭിനിവേശം മാത്രമല്ല, ഓർമ്മയ്ക്കൊരു കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്കൊരു കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ പ്രവൃത്തിയിലൊരു കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ പോക്കിരി രാജ സിനിമയിലെ ഡയലോഗ് പോലെയാണ്, അതായത് ഇക്ക പറയുന്നതേ ചെയ്യുന്നതേ പറയൂ എന്ന് പറയുന്നത് തന്നെ, അത് അന്ന് തൊട്ട് ഇന്ന് വരെ സിനിമയിൽ പറഞ്ഞു തന്നെ അദ്ദേഹം ഫോളോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഭാസം, ഇങ്ങനെ ഒരു ഇതിഹാസം, ഇങ്ങനെ ഒരു മലയാളി സംസ്കാരത്തിൻ്റെ ഒരു മാതൃക, അല്ലെങ്കിൽ അങ്ങനെ ഒരു മലയാളികളുടെ സംസ്കാരമായിട്ടുള്ള മമ്മൂക്കയെ ഇങ്ങനെ കരിവാരി തേക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ഇരിക്കുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അങ്ങോട്ട് ദഹിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കും. എന്ത് തന്നെയാണെങ്കിലും ആരൊക്കെ വന്നാലും ഇതിനപ്പുറത്തേക്ക് ഒരാളും വരാനില്ല. മമ്മൂക്കയ്ക്ക് പകരം എന്നും മമ്മൂക്ക മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.